CGയെ സംബന്ധിച്ച് അനുസ്മരിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായ ചില സംഭവങ്ങളിൽ നിന്നാണ് ഞാൻ ആദ്യം CGയുമായി കൂടുതൽ സമയം ചെലവഴിച്ചത് തുടങ്ങി CGയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നത് 75-76 കാലഘട്ടത്തിലാണ്. 78 പാലക്കാട് ജില്ലയിൽ വെച്ച് കേരള യുക്തിവാദ സംഘത്തിൻ്റെ 5ാം സംസ്ഥാന സമ്മേളനവും IRAയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനവും നടക്കുന്ന അവസരം. അന്ന് സംഘത്തിലെ ഏറ്റവും പ്രാഥമികമായ യൂണിറ്റിലെ ഒരു അംഗമെന്ന നിലയിലാണ് ഞാൻ അവിടെ 2-3 ദിവസത്തെ പരിപാടികളിലും അതിന് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങിയത്. അതിനുശേഷം ശക്തി സൂചിപ്പിക്കാതെ പോയ തൃശ്ശൂർ നടന്നിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. AV ജോസേട്ടനും അന്നത്തെ സെക്രട്ടറി ആയിരുന്ന VC ചാക്കോയും ചേർന്നിട്ട് CMS സ്കൂളിൽ വെച്ച് 2 ദിവസത്തെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുൻപ് ഒരു ക്യാമ്പ് നടന്നിരുന്നു. 2 ദിവസത്തെ ക്യാമ്പാണ്. അന്ന് കുറേ എൻ്റെ ജീവിതത്തിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ ഒരു പഠനം ലഭിച്ചത് ആ പഠന ക്യാമ്പിൽ വെച്ചാണ്. നാരായണൻ പേരിയ, ഇന്ത്യൻ ഭാരതീയ ദർശനങ്ങൾ, കലാനാഥ മേഷിൻ്റെ മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രു, ചാർവാക ദർശനം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം നാരായണ പേരിയ തന്നെ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ നമ്മുടെ ജോസേട്ടൻ പിന്നീട് അത് യുക്തിവാദ പ്രചരണവേദിയുടെ പേരിൽ പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്, ലഘു പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്. ആ ക്യാമ്പിൽ നടന്നിട്ടുള്ള അവതരണങ്ങളായിരുന്നു. ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് 2 ദിവസം അവിടെ തന്നെ താമസിച്ച് കൊണ്ടുള്ള ക്യാമ്പായിരുന്നു. അന്ന് ഈ സംഘാടനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജയശങ്കരേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫിഗറാണ്. അപ്പോൾ സ്വാഭാവികമായും VC ചാക്കോയും അതുപോലെ ഒരു വലിയ ഫിഗറാണ്. അപ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ വലിയ ഫിഗർ നമ്മുടെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. അന്ന് അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. ആ നടക്കുന്നതിനിടയിൽ അതിൻ്റെ സംഘാടക സമിതി കൺവീനറായിട്ടുള്ള അന്നത്തെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന VC ചാക്കോ പെട്ടെന്ന് ഒരു ദിവസം ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു. സംഘാടക സമിതി കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ അവിടെ വെച്ചും പിറ്റേ ദിവസം അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ അതിന് മുൻപ് VC ചാക്കോ നമ്മൾ പാലക്കാട് ജില്ലയിലും പല യോഗങ്ങളിലൊക്കെ കൊണ്ടുവന്ന അത്തരത്തിലൊരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ വരാനോ അതിനുമായി ബന്ധപ്പെടാനോ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പോസ്റ്റർ, നോട്ടീസ് ഇതൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ വീടെന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശി പഞ്ചായത്താണ്. ഞാൻ താമസിക്കുന്നത് തേങ്കുറിശ്ശി പഞ്ചായത്തിൻ്റെ ഒരു ഏറ്റവും ബോർഡറിലാണ്. അതിനപ്പുറത്ത് വേറെ പെരുമ്പെന്ന് പറയുന്നൊരു പഞ്ചായത്തുണ്ട്, അതിൻ്റെ ബോർഡറാണ്. എൻ്റെ വീട്ടിലേക്ക് ബസ് വരണമെങ്കിൽ പെരുമ്പ് പഞ്ചായത്തിലുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങിയാൽ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ നടന്നെത്താം. എൻ്റെ പഞ്ചായത്തിൽ വരികയാണെങ്കിൽ ബസ്സിൽ വരികയാണെങ്കിൽ 6 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 3 മണിയാവുമ്പോൾ തടിച്ച ഒരു മനുഷ്യൻ, വേറൊരു സഹായി, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സൈക്കിളുണ്ട്, സൈക്കിളിൽ ഒരു കെട്ടി വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരികയാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലാ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പോസ്റ്റർ, നോട്ടീസ്, റെസീറ്റ് ബുക്കൊക്കെ കൂടി ഒരു കെട്ട കൊണ്ടുവരികയാണ്. അന്ന്
ഫോൺ ചെയ്യാനുള്ള സൗകര്യമില്ല, വരുന്ന വിവരം അറിയുമില്ല. അദ്ദേഹം അഡ്രസ്സ് വെച്ചു തേങ്കുറിശ്ശി, ബസ് കയറി തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി തേങ്കുറിശ്ശിയിലെത്തിയിട്ടുണ്ട്. തേങ്കുറിശ്ശിയിലെത്തിയിട്ട് എൻ്റെ വീട്ടുപേര്, എൻ്റെ പേര് ഞാനപ്പോൾ സ്വാഭാവികമായ ആ പ്രദേശത്ത് കുറച്ചൊക്കെ പരിചയപ്പെട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം സംസാരിച്ചപ്പോൾ എന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ 5-6 കിലോമീറ്റർ അപ്പുറത്താണ് പറഞ്ഞത്. എങ്ങനെ പോകണം പറഞ്ഞ് നടന്നു തന്നെ പോകണം. അന്ന് ഓട്ടോറിക്ഷ സൗകര്യം വളരെ കുറവ്. അപ്പോൾ കനാൽ ബണ്ടുണ്ട്, ആ കനാൽ ബണ്ടിൽ കൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആ ഒരു വയസ്സായ ഒരു കാരണവരാണ്. അദ്ദേഹം ഈ സൈക്കിളിൽ ഇത് വെച്ച് കെട്ടി രണ്ടുപേരും കൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ 10 മിനിറ്റ് നടന്നാൽ എത്താവുന്ന ദൂരം 1 മണിക്കൂർ നടന്നിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ച് അപ്പോഴാണ് CG ജയശങ്കർ പേര് പിന്നെ നമ്മൾ കണ്ടു പരിചയമാണെങ്കിലും ആ പേര് എന്നെ രജിസ്റ്റർ ചെയ്യുന്ന അവിടെ വെച്ചാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് പോകുന്നു. പോയിക്കഴിഞ്ഞ് അപ്പോൾ സ്വാഭാവികമായും ഈ എൻ്റെ വീടും പരിസരമൊക്കെ മനസ്സിലാക്കി. അന്ന് അവിടെ വെച്ച് സംസാരിച്ചത് ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ആളുകളുടെ പേരുകളൊക്കെ അറിയാം. അപ്പോൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കുഴൽമന്നം എന്ന് പറയുന്ന നച്ചുള്ളി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അവിടെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, ബാലകൃഷ്ണൻ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് ബാലചന്ദ്രൻ. അവർ ഈ കൽപ്പാത്തി കലാപവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിച്ച് ആ കാലഘട്ടത്തിൽ ജാതി വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ കൃഷിസ്ഥലത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു നായാടി കോളനി ഉണ്ട്. നായാടികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അല്ല, വീട്ടിന് പുറത്ത് പടിക്ക് നിർത്തി ഭിക്ഷ കൊടുത്തിരുന്ന നായാടികളെ ഈ ബാലകൃഷ്ണൻ ജാതി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അടുക്കള ജോലിക്ക് ഈ നായാടികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ നായാടികളെ അടുക്കള ജോലിക്ക് നിർത്തിയത് കാരണം ആ സമുദായം ഈ ബാലകൃഷ്ണനെ നായാടി കക്ഷികളെന്ന് പറഞ്ഞ് അവരെ ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ ഇവരെ എങ്ങനെ പരിചയം എന്ന് ചോദിച്ചപ്പോൾ CG പറഞ്ഞത്, എൻ്റെ അച്ഛൻ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ഈ ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് താമസിച്ചിരിക്കുന്നത്. ഈ ബാലകൃഷ്ണൻ്റെ വീട്ടിൽ താമസിച്ച ആ CS ഗോപാലൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ഒളിവ് താമസം. ആ പിന്നെ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു അടുത്ത ബന്ധു ആയതുകൊണ്ട് എനിക്കത് വളരെ അടുത്ത സ്വന്തം ബന്ധത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരടുപ്പമുണ്ടല്ലോ, ആ അടുപ്പം സ്വാഭാവികമായും വികസിച്ചു. 30 വർഷത്തോളം തുടർന്നുള്ള കേരള യുക്തിവാദ സംഘത്തിൻ്റെ മിക്ക പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നൊച്ചുള്ളി ബാലകൃഷ്ണൻ്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൂടുതൽ അടുത്ത് ഈ ബന്ധുത്വത്തിൻ്റെ പേരിൽ പിന്നെ വീണ്ടും അടുക്കേണ്ടി വന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ കൂടിയുണ്ട്. അതെൻ്റെ വിവാഹത്തോട് അനുബന്ധിച്ചാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ബന്ധം വാടാനപ്പള്ളിയിൽ ഉണ്ട്. ആ ബന്ധവും ഇവരുടെ കുടുംബവുമായിട്ടുള്ള ബന്ധവും അടുത്ത ബന്ധമുണ്ട് എന്ന് അറിഞ്ഞ് ഞാൻ പിന്നീട് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ചെലുത്തില്ല. എങ്ങനെയാണ് ഈ ബന്ധത്തിൻ്റെ കണ്ണികളെന്നൊന്നും മുറിച്ച് പിരിച്ച് നോക്കിയില്ല. എന്തായാലും ഈ CG എന്ന് പറയുന്ന നമ്മുടെ സംഘത്തിലെ മുന്നോട്ട് കൊണ്ടുപോയതിൽ പ്രധാനിയായ CGയെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. CG പിന്നീട് നേരത്തെ ശക്തി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു തെറിപ്പാട്ടിനെതിരായിട്ടുള്ള സമരം. അതിൽ പ്രധാനപ്പെട്ട പവനൻ
കേശവൻ പള്ളിക്കുളങ്ങര തുടങ്ങി ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ CGയും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് നടന്ന ഒരു പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നും ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങൾ മതവിമുക്തമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശവാണി, ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. അന്ന് 3 കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച് നടത്തിയത്. ഒന്ന് തിരുവനന്തപുരം, മധ്യമേഖല തൃശ്ശൂർ, മറ്റൊന്ന് കോഴിക്കോട്. അതിൽ തൃശ്ശൂരുള്ള യോഗത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നു. ഞാനത് വ്യക്തിപരമായി ഈ സംഭവം ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് എനിക്ക് കാലിലൊരു ചൂടുകുരു വന്നിരുന്നു. തീരെ നടക്കാൻ കഴിയില്ല. അപ്പം ഞാനിവിടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് പാലക്കാട് നിന്ന് 10-20 പേരെയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളിവിടെ എത്തി. എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ പൈലറ്റ് വാഹനമായിരുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയിലാണ് മൈക്ക് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ മൈക്ക് പ്രചരണ ചുമതല എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് നടന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സമരത്തിൻ്റെയും മുൻപന്തിയിൽ CG ഉണ്ടായിരുന്നു. ഇനി CGയെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. CG ജയശങ്കർ എന്നാണെങ്കിലും അദ്ദേഹത്തെ 2 അക്ഷരം കൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ മാതൃക റോൾ മോഡൽ എന്ന് പറയുന്നത് തൻ്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ ആണ് റോൾ മോഡൽ എന്ന് പറയുമ്പോൾ CS ഗോപാലിനെ കുറിച്ച് കൂടി പറയാതെ നമുക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വലിയ ട്രാക്ക് റെക്കോർഡുകൾ ഉണ്ട്. അത് മുഴുവൻ ഞാൻ പറയുന്നില്ല. KPCCയിലെ അംഗമായിരുന്നു. KPCCയിലെ ഇടതുപക്ഷ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പൊന്നാനി താലൂക്കിലെ അംഗമായിരുന്നു. അന്ന് അബ്ദുറഹ്മാൻ സാഹിബും EMS സെക്രട്ടറി ആയിരുന്നു. അതിൽ അംഗമായിരുന്നു. പിന്നീട് നാട്ടികയിൽ 5 അംഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിൽ ഒരാളാണ്. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ആദ്യത്തെ ഗുരുവായൂർ സത്യാഗ്രഹം കേളപ്പജിയും AKജിയും നടത്തിയിട്ടുള്ള ആ സത്യാഗ്രഹത്തിൽ 1931 നടന്നിട്ടുള്ള സത്യാഗ്രഹത്തിൽ അന്നത്തെ സത്യാഗ്രഹത്തിൻ്റെ മാനേജറായിരുന്ന AC രാമൻ സിലോണിലേക്ക് പോയി. അപ്പോൾ അവിടെ ഈ സമരത്തിൻ്റെ നേതൃത്വം വഹിച്ചത് CS ഗോപാലനാണ്. അങ്ങനെ ഗുരുവായൂർ സമരം എന്ന് പറയുന്നത് ജാതി മേധാവിത്വത്തിന് ഐക്യത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമാണ്. അത്ര ഐക്യത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പോരാളിയായിരുന്നു. എന്നാൽ ആ പോരാട്ടം കൊണ്ട് അവസാനിച്ചിട്ടില്ല എന്നതാണ്. ധീരമായ ഒരു പോരാട്ടം കൂടി നടത്തിയിട്ടുണ്ട്. 1945 മെയ് 27 വാടാനപ്പള്ളിയിൽ ഒരു ദളിത് വിവാഹ പാർട്ടി കടന്നുപോയി. ഉത്തരേന്ത്യയിലാണ് നമ്മൾ വിവാഹത്തിന് കുതിരപ്പുറത്ത് കയറിയ ഒരു ദളിത് വീതിയിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മാടമ്പികളായിട്ടുള്ള ആളുകൾ അവരെ തല്ലുകയും കൊല്ലുകയും ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നെങ്കിൽ 1945 തൃശ്ശൂർ വെച്ച് വാടാനപ്പള്ളിയിൽ വെച്ചിട്ടും ഇത് സംഭവിച്ചിട്ടുണ്ട്. ആ വിവാഹ പാർട്ടി പോകുമ്പോൾ അതിലെ വധുവിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് നടു റോട്ടിലൂടെ ഓട്ടിച്ചു. ഇത് കേട്ടറിഞ്ഞ് ഓടിക്കൂടിയ CS ഗോപാലൻ ഈ മാടമ്പികളെ തടുത്തു നിർത്തി അവരെ കൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ഉടുവസ്ത്രം ധരിപ്പിച്ചു വിട്ടു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അനീതിക്കെതിരെ പോരാടാനുള്ള ആ അച്ഛൻ്റെ സ്വഭാവം അദ്ദേഹം മാതൃകയാക്കിയിട്ടുള്ള CGക്ക് ലഭിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ അനീതികൾക്കെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാം തന്നെ അദ്ദേഹം KSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് സംഘടനാ രംഗത്തേക്ക് വരുന്നതെങ്കിലും സംഘടനാ രംഗത്ത് ഉള്ള ഇന്നത്തെ പോലെയുള്ള ആ കുതികാലുവട്ടൽ അധിക കയറുന്നതിന് വേണ്ടി ഉള്ള കുതന്ത്രങ്ങൾക്കൊന്നും വശംവദരാകാതെ സത്യസന്ധനായ ജനകീയനായ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു പ്രവർത്തകനായി വാർത്തെടുക്കാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളർന്ന് അദ്ദേഹത്തിന് ജോലി കിട്ടിയപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്തും അദ്ദേഹത്തിന് ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ രംഗത്തുള്ള പ്രവർത്തനം അദ്ദേഹം KSCBയിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് കയറിയതായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു വ്യക്തിപരമായ കാര്യം കൂടി പറയാൻ ഞാൻ ഒരു സമയം എടുക്കുകയാണ്. എൻ്റെ വിവാഹം 1987 നടന്നത്. അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂർ അദ്ദേഹം സിവിൽ ഡിവിഷനാണ് തോന്നുന്നു അല്ലേ, സിവിൽ ഡിവിഷനിൽ ആണ് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ അവിടുത്തെ എഞ്ചിനീയർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ സ്വാഭാവികമായും CG എൻ്റെ വിവാഹത്തിന് വന്നു, ഇദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ ചെറിയച്ഛനായിട്ട് വരും, അമ്മയുടെ കസിൻ്റെ ഭർത്താവാണ്. അപ്പോൾ അത്തരത്തിലൊരു ബന്ധം പിന്നീട് അദ്ദേഹം ഈ ബന്ധം വെച്ച് സംസാരിക്കാനും അവരുടെ സ്വഭാവവിശേഷങ്ങൾ സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ യുക്തിവാദ പ്രവർത്തനങ്ങൾ തൃശ്ശൂരിൽ ആണ് നമ്മുടെ മിക്കവാറും കേന്ദ്രീകരിക്കുക. അത്തരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ വെച്ച് KSCBയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് രാത്രി താമസം ഒരുക്കുക. പലപ്പോഴും ഈ താമസം ഒരുക്കാൻ വേണ്ടി ഇവിടെ ഇന്ന് നടന്ന് പോവും. നടന്നു പോയി അവിടെ കൊണ്ട് ഞങ്ങളെ കൊണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്ന നമ്മുടെ ജില്ലാ പ്രസിഡൻറ്റ് KSCBയിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വളരെ ചെറിയ വാടകയ്ക്ക് ലഭിക്കുന്നത് കൊണ്ടും ഇദ്ദേഹം വിളിച്ച് അവിടെ കൊണ്ടുപോകും. അവിടെ വെച്ച് സംസാരിക്കാനും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ശക്തി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആരോഗ്യം പ്രശ്നങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ യുക്തിരേഖ ആരംഭിക്കുന്നത്. അന്ന് യുക്തിവാദത്തിന് രംഗത്ത് 2 പ്രഗത്ഭ മാസികകൾ ഉണ്ടായിരുന്നു. ഒന്ന് യുക്തിവാദി മാസിക ഉണ്ണിക്കാക്കനാട്, MC ജോസഫിന് ശേഷം ഉണ്ണിക്കാക്കനാട് നടത്തുന്നു. 2 AV ജോസിൻ്റെ നേതൃത്വത്തിലുള്ള യുക്തിവിചാരം നടത്തുന്നു. പലപ്പോഴും ഈ മാസികകളുടെ പത്രാധിപന്മാരെന്ന നിലയിലുള്ള അവരുടെ ആശയ സംഘടനകൾ സംഘടനാ രംഗത്തും വരുന്നതുകൊണ്ട് ഈ 2 മാസികകൾ ഒന്ന് നമ്മൾ ആക്കി മാറ്റണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തിരേഖ മാസിക നമ്മൾ തുടങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ യുക്തിരേഖ മാസിക ആരംഭിക്കുന്നു. അതിനിടയിൽ ഉണ്ണിക്കാക്കനാട് സ്വാഭാവികമായും യുക്തിവാദ മാസിക നിർത്തുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പല മാസികകളൊക്കെ തന്നെ പുരോഗമന മാസികകൾ എന്ന പേരിൽ അവർ ഏറ്റെടുക്കുന്നു, നടത്തുന്നു എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ യുക്തിവാദി മാസികയും ഒരുപക്ഷെ ഇനി ഏതെങ്കിലും SDP-ക്കാരൻ അതിൻ്റെ റേറ്റ് ഏറ്റെടുക്കുമോ എന്ന് പേടിച്ച് അത് കാണേണ്ട ഗതികേട് ഉണ്ടാവരുത് എന്ന ആ അർത്ഥത്തിൽ യുക്തിവാദി മാസികയുടെ രജിസ്ട്രേഷൻ CG വാങ്ങിച്ചെടുക്കുകയും അത് കുറേ കാലം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അത് ലാഭകരമാണോ? യുക്തിവാദ മാസിക നടത്തിയാൽ ലാഭം ഉണ്ടാവില്ല എന്ന് അറിയാം. പക്ഷേ അദ്ദേഹം എന്തായാലും കുറേ ലക്കങ്ങൾ സാധാരണ മാസത്തിൽ ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ അത് മാസികയാണ്. ആഴ്ചയിൽ ഇറങ്ങുന്നതിന്
ആഴ്ചപ്പതിപ്പ് എന്ന് പറയും. എഡിറ്ററുടെ ഇഷ്ടത്തിന് ഇറങ്ങുന്നതിന് ഇഷ്ടിക എന്നാണ് തമാശയാണ് പറയുന്നതെങ്കിൽ CGയുടെ ഇഷ്ടത്തിനത് ഇറങ്ങിയ ഒരു മാസികയായിരുന്നു. വളരെ ഗഹനമായ വിഷയങ്ങൾ അതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഗണ്ഡശ പ്രസിദ്ധീകരിച്ച ഈ ഇയ്യങ്കോട് മാഷിൻ്റെ യാത്രാവിവരണമായ ഇനി എത്ര രാമായണങ്ങൾ എന്നൊരു പുസ്തകം പിന്നീട് അത് പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സാഹിത്യരംഗത്തേക്ക് വയ്ക്കാൻ കഴിയുന്ന പല ലേഖനങ്ങളുടെ സമാഹാരമായി ആ മാസിക മാറിയിട്ടുണ്ട്. അതും വളരെ കഠിനമായ ഒരു മാസിക ഇറക്കുക എന്ന് പറയുന്നത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഇനി അത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അത്രയും ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ യുക്തിരേഖ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ CG എങ്ങനെയാണ് ഈ യുക്തിവാദ മാസിക യുക്തിവാദ രംഗത്തുള്ള ആത്മാർത്ഥതയുടെ ഇച്ഛാശക്തിയുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് നടന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ ശബ്ദം ഉള്ളവർ, വികാരഭരിതമായി സംസാരിക്കുന്നവർ, ഇവരൊക്കെയാണ് പലപ്പോഴും ഈ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയുടെയും ബഹുഭൂരിപക്ഷം സമയവും അവർ കവർന്നെടുക്കും. പക്ഷേ CGയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഭാഷ, നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഭാഷ, സൗമ്യമായ പെരുമാറ്റം, കടമകൾ ചുമതലകൾ കോട്ടം കൂടാതെ നിർവഹിക്കാനുള്ള നിശ്ചയദാർഢ്യം, ക്ലേശങ്ങളും നഷ്ടങ്ങളും ഉയർത്തിക്കാട്ടി ആടുന്ന ആ ദാർഷ്ട്യ പ്രകടനം തീർത്തും അന്യമായ ഒരു വ്യക്തിയായിരുന്നു CG. അതുകൊണ്ട് തന്നെ ആ വ്യക്തിത്വം എന്നും ഒരിക്കലെങ്കിലും പരിചയപ്പെട്ട ഓരോരുത്തരുടെയും മനസ്സിൽ ആ വ്യക്തിത്വം നിലനിൽക്കും. അവർ ഉയർത്തിയ ആ മുദ്രാവാക്യങ്ങൾ നമുക്ക് പിന്തുടരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് CG ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദം.